പഠിക്കാൻ പൊതുവെ കുട്ടികളിലൊക്കെ താല്പര്യം കുറഞ്ഞു വരുന്നു, ശ്രദ്ധിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുന്നു. പലപ്പോഴും ഒരു കഷ്ടപ്പെട്ട പഠിത്തം, എപ്പോഴും അതിൻ്റെ പേരിൽ വഴക്ക്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എപ്പോഴും ഒരു അസ്വസ്ഥത. ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ നമുക്ക് കുട്ടികളെ എങ്ങനെയൊന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ഓർഗനൈസ് ചെയ്യുക, എന്തൊക്കെയാണ് ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി ഹാബിറ്റ്സ്, എങ്ങനെ ഒരു ബെറ്റർ ലേണറാകുക, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. കുട്ടികളിൽ പഠിക്കാനുള്ള താല്പര്യം പൊതുവെ കുറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഈ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പഠിത്തത്തിൻ്റെ രീതിയൊന്നും ശരിയല്ല, വിദേശ രാജ്യത്തെയൊക്കെ രീതികളാണ് ശരി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ധാരണകളൊക്കെ സാമൂഹിക മാധ്യമങ്ങൾ വഴിയൊക്കെ കുട്ടികൾക്ക് പലപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വളരെ വാസ്തവമായിട്ട് നമുക്ക് കാണാൻ കഴിയും, നന്നായിട്ട് പഠിക്കുന്ന വളരെ ഡീപ്പായിട്ട് നോളജുള്ള ആൾക്കാർക്കൊക്കെ വലിയ സാധ്യതകളാണ് സമൂഹത്തിൽ കിട്ടുന്നത്. വളരെ ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ അറിയാവുന്നവരെ സംബന്ധിച്ച് അവർക്ക് അവസരങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കൂട്ടാനും ഒന്നും ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ ശരിയായ രീതിയിൽ പഠിച്ചില്ലെങ്കിൽ ഇവിടെ നല്ല എവിടെയാണെങ്കിലും നമുക്ക് വലിയ സാധ്യതകളൊന്നും ഉണ്ടാകത്തില്ല. നല്ലൊരു ഇഫക്റ്റീവ് ലേണർ ആകുന്നതാണ് ഈ കാലഘട്ടത്തിൽ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പഠിക്കുന്നത്, എന്ത് പഠിച്ചാലും, ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു 10ാം ക്ലാസ് വരെയുള്ള ആ സമയം നമ്മുടെ ഒരു ഫൗണ്ടേഷണൽ ടൈമാണ്. കോൺസെപ്റ്റ്സൊക്കെ വളരെ ക്ലിയർ ആക്കാനും അടിസ്ഥാനപരമായ കാര്യങ്ങളെയൊക്കെ മനസ്സിലാക്കാനും നമുക്ക് എന്തിനാണ് താല്പര്യം എന്നൊക്കെ തിരിച്ചറിയാനും ഒക്കെയുള്ളൊരു സമയമാണ് ഈ 10ാം ക്ലാസ് വരെയുള്ള സമയം. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ഇഷ്ടമനുസരിച്ചും നമ്മുടെ കഴിവനുസരിച്ചും താല്പര്യം അനുസരിച്ചുമൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രീം എടുത്ത് പഠിക്കാം. അത് കഴിഞ്ഞ് ഉന്നത പഠനത്തിന് പോവാം, തൊഴിൽ പഠിക്കണോ, മറ്റെന്തെങ്കിലും വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോകണോ, ഇതിനൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് തരുന്നത് ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലമാണ്. അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് പഠനത്തിന് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പഠന പ്രക്രിയയിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് കുട്ടികളെല്ലാവരും തന്നെ ചെറിയ പ്രായത്തിലെ പഠനത്തോടൊരു സീരിയസ്നെസ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള സമയമാണ് നമ്മുടെ അടിസ്ഥാനം ഒരുക്കേണ്ട സമയം. ആ സമയത്ത് കുട്ടികളെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുകയും പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും മാത്രമല്ല കിൻഡ്ലിങ് ദ ജോയ് ഓഫ് ലേണിംഗ് എന്ന് പറയും. നമ്മൾ കുട്ടികളിൽ സന്തോഷത്തോടെ പഠിക്കാൻ, ഇഷ്ടത്തോടെ പഠിക്കാൻ അവർക്ക് ഒരു താല്പര്യവും ഒരു സാധ്യതയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് അധ്യാപകരായാലും മാതാപിതാക്കളായാലും ഒക്കെ ശ്രദ്ധിക്കണം. പോയിരുന്ന് പഠിയട എന്ന് പറഞ്ഞ് പഠിത്തത്തെ മുഷിപ്പിക്കാനല്ല നോക്കേണ്ടത്. പിന്നെ എല്ലാ കുട്ടികൾക്കും ടോപ്പായിട്ട് പെർഫോം ചെയ്യാനൊന്നും കഴിഞ്ഞൊന്നും വരില്ല. അവരവരുടെ കഴിവനുസരിച്ച് ഓരോ കുട്ടികൾക്കും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ പഠിക്കട്ടെ, പരമാവധി അവർ പെർഫോം ചെയ്യട്ടെ. സ്വാഭാവികമായിട്ടും ഒരു മേളോട്ട് വരുന്തോറും കൂടുതൽ കോൺഫിഡൻ്റ് ആവും, കൂടുതൽ അവരവരുടെ സാധ്യതകളെ മനസ്സിലാക്കും, അതിനൊക്കെയുള്ള അവസരങ്ങൾ കിട്ടും. ഏറ്റവും പ്രധാനം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എന്താണ് പഠിക്കുന്നത്, എന്തൊക്കെ വിഷയങ്ങളാണ് എനിക്ക് പഠിക്കാനുള്ളത്, അതിനുള്ള പുസ്തകങ്ങൾ, അതിനുള്ള നോട്ട്ബുക്കുകൾ, കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുക. സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പോകുന്നത് തന്നെ ഒരു ഓർഗനൈസിങ് ആണ്. എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നു, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ. കുട്ടികളിൽ അറ്റൻഷൻ എഫിഷ്യൻസിയും കൂടി വരുന്നൊരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതലായിട്ട് ഇടപെടുകയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കൂടുതൽ സമയം ചെലവഴിക്കുകയും സ്ക്രീൻ ടൈം കൂടുന്ന കുട്ടികളൊക്കെ അവർക്ക് അറ്റൻഷൻ ഡെഫിഷ്യൻസി വളരെ കൂടുതലാണ്. അധികം നേരം ശ്രദ്ധിച്ചിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവ് കുട്ടികളിൽ കുറവാണ്. അപ്പം അത്തരം കുട്ടികളെ സംബന്ധിച്ച് അവരുടെ ഓർഗനൈസിങ്ങിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്ലാസ്സിൽ കൂടുതൽ സമയം ശ്രദ്ധയോടെ ഇരിക്കാനും ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വയ്ക്കാനും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാനും വീട്ടിൽ വന്നിട്ട് വീണ്ടും സ്വന്തമായി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക. സ്കൂളിൽ നിന്ന് തരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് മുഴുവൻ ഇങ്ങനെ വന്നൊന്നും ഇരിക്കത്തില്ല. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആണോ, നമുക്ക് തന്നെ നോട്ട്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാൻ പറ്റുമോ. അപ്പോൾ ഒരു പരീക്ഷയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വളരെ ഓർഗനൈസ്ഡ് ആണെങ്കിൽ നമുക്ക്, അതുപോലെ ഏതെങ്കിലും വിഷയം വളരെ ടഫാണെങ്കിൽ അതിനുള്ള സഹായം ഇവിടുന്ന് വരും. സ്ഥിരമായ ട്യൂഷനുകളൊന്നും ചിലപ്പോൾ കുട്ടികളെ മെച്ചപ്പെടുത്തിയെന്ന് വരില്ല. കാരണം ഈ സ്ഥിരമായിട്ട് എല്ലാ വിഷയത്തിനും ട്യൂഷൻ വന്ന കുട്ടികൾ തീരെ ചിന്തിക്കാൻ കഴിവില്ലാത്തവരൊക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളിടത്തൊരു ഹെൽപ്പൊക്കെ ഇവിടുന്ന് എടുക്കണം. ഓരോ വിഷയത്തിൻ്റെയും ടഫ്നെസ് അനുസരിച്ച് എങ്ങനെ കൂടുതൽ സമയം അതിന് വേണ്ടി ചിലവഴിക്കാം, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വേർതിരിക്കാം. ഇതാണ് ഒരു ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു നല്ല ഓർഗനൈസിങ് ഉണ്ടാകും. രണ്ടാമത് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാകണം. എന്തും വേണ്ടി പഠിക്കണം, എത്ര സമയം പഠിക്കണം, രാവിലെയാണോ കൂടുതൽ പഠിക്കേണ്ടത്, വൈകുന്നേരമാണോ കൂടുതൽ പഠിക്കേണ്ടത്, എന്തും വേണ്ടി എഴുതാനുണ്ട്. അപ്പോൾ വീക്കെൻഡ്സൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യണം, അവധി ദിവസങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യണം. അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ കളിയും കലയും എല്ലാം
ഇതെല്ലാം കൂടുതൽ വേണ്ട ഒരു പ്രായമാണ് ഈ സ്കൂൾ വിദ്യാഭ്യാസ കാലം. അതിനോടൊപ്പം പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കാൻ, പഠിത്തത്തിനൊരു പ്രാധാന്യം കൊടുക്കാൻ, പഠിത്തത്തിൻ്റെ വില മനസ്സിലാക്കാൻ, ഇന്ന് പഠിച്ചില്ലെങ്കിൽ നാളെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങൾ മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊരു മോട്ടിവേഷൻ ഉണ്ടാവും, നമുക്ക് പഠിക്കാനൊരു ആത്മാർത്ഥത ഉണ്ടാവും. വളരെ ഡീപ്പായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് സാധ്യതകളെക്കുറിച്ച് വിഷമിക്കുക വേണ്ടവർക്ക് തീർച്ചയായിട്ടും വലിയ സാധ്യതകളുണ്ടാവും, ഒരു സംശയമില്ല. അപ്പം നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. അപ്പം അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ച് പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് പരീക്ഷകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പരീക്ഷകളൊന്നും മിസ് ചെയ്യാതിരിക്കുക. ഏത് പരീക്ഷ വരുമ്പോഴും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഒക്കെ പോയി അത് എഴുതുകയും പരീക്ഷ എങ്ങനെയാണ് വരുന്നത്, പരീക്ഷ എങ്ങനെ കൂടുതലായി ടാക്കിൾ ചെയ്യാം, പരീക്ഷയ്ക്ക് എങ്ങനെ ധൈര്യമായിട്ട് പോയി എഴുതാം. ഇപ്പോൾ മോഡൽ എക്സാമുകൾ അതുപോലെ തന്നെ ടേം എക്സാമുകളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി പഠിച്ചിട്ട് പോയി എഴുതുന്നത് അവരുടെ കാലിബർ ഉയർന്നു വരാൻ സഹായിക്കും, പേടിയൊക്കെ മാറാൻ സഹായിക്കും, കൂടുതൽ കോൺഫിഡൻ്റ് ആകാൻ സഹായിക്കും. അത് ഇനിയും അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല, നോൺ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒരു റെഗുലർ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് ഉള്ളവർക്ക് സാധ്യതകൾ എപ്പോഴും തുറന്നു വരും. നിങ്ങളൊരു കളി പഠിക്കുകയാണെങ്കിൽ പോലും ആ കളിയെപ്പറ്റി വളരെ ആഴത്തിൽ പഠിക്കുക. ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുക. എന്ത് പഠിക്കുമ്പോഴും ഒരു നല്ല ലേണറിൻ്റെ സ്വഭാവം കാണിക്കുക. ഒരു സ്ഥിരമായിട്ട് പഠിക്കാൻ, അതിൽ ഒരു നല്ല സാധ്യതയുള്ളവനാകാൻ ഒക്കെയുള്ള ആഗ്രഹത്തോടു കൂടി പഠിക്കുക. പല കുട്ടികളും പഠിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്, അവർക്ക് ഇഷ്ടമില്ല. അവിടെയാണ് കുഴപ്പം വരുന്നത്. പഠിക്കുന്നതിൻ്റെ ഒരു താല്പര്യത്തോടു കൂടി പഠിക്കാമെങ്കിൽ എല്ലാ കുട്ടികൾക്കും പഠനത്തിൽ വിജയിക്കാൻ പറ്റും. അതുപോലെ പഠിക്കുന്ന സമയത്ത് പഞ്ചേന്ദ്രിയങ്ങളും അവിടെ തന്നെ ആയിരിക്കണം. പൂർണ്ണമായ ശ്രദ്ധ. കുറച്ച് സമയം പഠിച്ചാൽ മതി, പക്ഷേ പഠിക്കുന്ന സമയത്ത് പൂർണ്ണ ശ്രദ്ധയോടുകൂടി പഠിക്കുക. പഠിച്ച കാര്യങ്ങളെയൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് എവിടെ വരെ പഠിച്ചു, എന്തിനു വേണ്ടി പഠിച്ചു, എന്തെനിക്കറിയാം, എന്തെനിക്ക് അറിയത്തില്ല, അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊന്ന് പഠിച്ചെടുക്കാനായിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ഇത്തരത്തിലൊക്കെയുള്ള ഒരു സ്റ്റോക്ക് ടേക്കിംഗ് ഒക്കെ ഓരോരുത്തരും എടുക്കുന്നത് വളരെ നന്നായിരിക്കും. പേരൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സ്കൂൾ ടൈമിൽ ഒരുപാട് പഠിച്ച് മാർക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടി അല്ല നമ്മൾ അവരെ പ്രാപ്തരാക്കേണ്ടത്. നേരെ മറിച്ച് അവർ ജീവിതത്തിന് വേണ്ടി പഠിക്കുന്നവരായിരിക്കണം. ഒരിക്കലും ആ പഠിച്ച കാര്യങ്ങൾ അവർ മറക്കരുത്. ആ രീതിയിൽ അവർ പഠിക്കാൻ അടിസ്ഥാനമൊക്കെ ഒരുക്കി നല്ല സ്ട്രോങ് ആയിട്ട് ആഴത്തിൽ പഠിക്കാൻ, പഠിക്കുന്നിടത്തോളം കാര്യങ്ങൾ ക്ലിയറാക്കാൻ, ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെ ക്ലിയറാക്കി കൊടുക്കാം, ഇതിനൊക്കെ ആയിരിക്കണം പേരൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കുറച്ച് മാർക്ക് വാങ്ങിച്ചു, ക്ലാസ്സിലെ റാങ്ക് എത്ര, ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ല സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. അവർക്ക് എന്തുവേണ്ടി കാര്യങ്ങൾ അറിയാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സ്കൂളുകളിലും വളരെ പ്രധാനമായൊരു കാര്യം, 10ാം ക്ലാസ് ഒരു ബോർഡ് എക്സാമൊക്കെ ആയതുകൊണ്ട് മാറ്റി വയ്ക്കാം, പക്ഷേ ഒരു 9ാം ക്ലാസ് വരെ കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അവർ എന്തും വേണ്ടി ക്വാളിറ്റിയോടെ പഠിച്ചു, എന്തും വേണ്ടി കാര്യങ്ങളിൽ അവർക്ക് അടിസ്ഥാനമുണ്ട്. കാരണം 6ലും 7ലും ഒക്കെ കണക്ക് പഠിക്കാത്തൊരു കുട്ടിയെ 10ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിക്കാൻ പ്രയാസമാണ്. 6ലും 7ലും പിന്നെ നന്നായിട്ട് ലാംഗ്വേജ് ഇല്ലാത്തൊരു കുട്ടി 10ാം ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് അത് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ അതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ, പ്രത്യേകിച്ച് ഹൈസ്കൂളിലെ ആദ്യ ക്ലാസ്സുകളിലൊക്കെ അവരെ കൂടുതൽ ആഴത്തിൽ പഠിപ്പിക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കി പഠിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചാൽ അവരൊരു ബോർഡ് എക്സാമിൻ്റെ ഒക്കെ ഏജിലേക്ക് വരുമ്പോൾ ഒരു കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും, കൂടുതൽ കോൺഫിഡൻ്റ് ആയിരിക്കും, ഒരു സാധ്യതകൾക്ക് ഒരു കുറവ് അവർക്കുണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് ഈ പഠനത്തെ പരിപോഷിപ്പിക്കാൻ, അല്ലെ പഠനത്തെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രക്രിയയാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കരിയർ ഗൈഡൻസ്. അവരുടെ സാധ്യതകൾ, അവർക്ക് എന്തെല്ലാം സാധ്യതകളുണ്ട്, ഏതെല്ലാം തൊഴിൽ മേഖലയിലൊക്കെ പോകാം, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് പിന്നീട് പഠിക്കുന്നതുകൊണ്ട് ഗുണങ്ങൾ കിട്ടും, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക. ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലൊക്കെ അവർക്ക് നല്ല കരിയർ ഗൈഡൻസ് കൊടുത്താൽ അവർ വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും. എനിക്കും ഉണ്ട് സാധ്യത, എന്നെക്കൊണ്ടും ചിലതൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയും, അവിടെ മണ്ടനും മിടുക്കനും ഒന്നുമില്ല, എല്ലാവർക്കും സാധ്യതകളുണ്ട്. ഓരോ കാലിബർ ഉള്ളവർക്കും ഓരോ പാക്കേജിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരാൾ പഠനത്തിൽ ടോപ്പാണെങ്കിൽ വേറൊരാൾ ഓർഗനൈസ് ചെയ്യാൻ ടോപ്പായിരിക്കും, വേറൊരാൾ പ്ലാൻ ചെയ്യാൻ ടോപ്പായിരിക്കും, വേറൊരാൾ കളിക്കാൻ ടോപ്പായിരിക്കും, വേറൊരാൾ ടെക്നിക്കൽ സ്കില്ലിൽ ടോപ്പായിരിക്കും, കലാപരമായിട്ട് ടോപ്പായിരിക്കും. എല്ലാവർക്കും സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ എല്ലാവരിലും ഒരു സാധ്യതയെ കണ്ടെത്തുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിലൂടെ, പഠന പ്രക്രിയയിലൂടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ഉദ്യമം. അതിന് കുട്ടികളെയൊക്കെ സജ്ജരാക്കാൻ സ്കൂളും ശ്രമിക്കുക, പേരൻസും ശ്രമിക്കുക, കുട്ടികളും ശ്രമിക്കുക. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു സോ മച്ച്.